ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരിയിലേക്ക് 3 ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ചരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ച മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് പൊടി വെന്തു പോകും. കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ തേങ്ങയും എള്ളും ചേർത്ത് കൊടുക്കണം. അത് ഒന്ന് വറുത്ത് കോരാം. അത് നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ണിയപ്പം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി എണ്ണ ചൂടായി നമുക്ക് കുറച്ചായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് നിറയെ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് പകുതിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ചുട്ടെടുക്കാം. വളരെ ഈസിയാണിത്, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണാം.